നമസ്കാരം. ബസ് പ്രാന്തന്മാരുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കിടക്കുന്ന TNSTCയുടെ ഇൻഡർസ്റ്റേറ്റ് വണ്ടി ഉണ്ടല്ലോ, ഇതിനകത്തായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര. പൂപ്പാറയിൽ നിന്നും പൂപ്പാറ ഗ്യാപ്പ് റോഡ് വഴി ഒരു സിമ്പിൾ, ഒരു സാധാരണ ബസ് ജേണി. പൂപ്പാറയിൽ നിന്ന് കുറച്ച് നമ്മുടെ തമിഴ്നാട് KSRTC ഇൻഡർസ്റ്റേറ്റ് വണ്ടികളും അതുപോലെ തന്നെ TNSTC ഇൻഡർസ്റ്റേറ്റ് വണ്ടി, പിന്നെ പ്രൈവറ്റ് ബസ്സായിട്ട് ആ സമയത്ത് അൽഫോൺസ് ഉണ്ടായിരുന്നു. 1 മണിക്കാണ് പൂപ്പാറന്ന് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അണ്ണൻ വണ്ടിയിൽ വല്ലപ്പോഴൊക്കെയല്ലേ കയറാൻ ചാൻസ് കിട്ടുള്ളൂ. അങ്ങനെ അണ്ണൻ വണ്ടി വെയിറ്റ് ചെയ്ത് നോക്കി കയറിയതാണ്. കയറിയപ്പോൾ തന്നെ നമ്മുടെ KSRTCക്ക് കയറണ പോലെ നേരെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കാൻ നോക്കി. പക്ഷേ ഡ്രൈവർ പറഞ്ഞു ലേഡി സീറ്റാണ്, ബാക്കിൽ പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നേരെ ബാക്കിൽ പോയിരുന്നു. ആക്ച്വലി ഇത് കണ്ടിട്ട് ഒരു ലിങ്ക്സ്, അശോക് ലേലൻ്റെ ലിങ്ക്സ് പോലെ തോന്നുന്നു. ബോഡി ഏതാണെന്ന് വലിയ അറിവില്ല. ഇനി ഗവൺമെൻറ് ബസ്സുകൾക്ക് വേണ്ടി പ്രത്യേകം ബോഡി പണിയുന്ന TNSTCയുടെ ബോഡി ബിൽഡേഴ്സിനെ കുറിച്ച് വലിയൊരു അറിവില്ല. ഫേസ്ബുക്കിലും മറ്റൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എല്ലാ സ്ക്രിപ്റ്റുകളൊക്കെ തമിഴിലായിരുന്നു. അത് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഒരു ഡിഫറെൻ്റായിട്ട് കണ്ടത്, നമ്മുടെ KSRTCക്ക് ആണെങ്കിൽ എല്ലാം KL15 രജിസ്ട്രേഷൻ ആയിരിക്കുമല്ലോ. ഇത് പല തരം അല്ലെങ്കിൽ പല നമ്പേഴ്സ് ഓഫ് രജിസ്ട്രേഷൻ തമിഴ്നാട് വണ്ടികളിൽ കണ്ടു. അതെന്താണോ എന്നറിയില്ല. ഇനി സ്പെസിഫിക് ആയിട്ട് ഒരു RTOയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യാതെ ഓരോരോ റീജിയണലായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെന്നോ അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നൊരു തമിഴ് വണ്ടികളെക്കുറിച്ച് വലിയ ധാരണയൊക്കെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. പിന്നെ ബോഡി സ്റ്റൈലിംഗ്, മൊത്തത്തിൽ സീറ്റൊക്കെ നല്ല കുഷ്യനുള്ള സ്പോഞ്ചുള്ള ടൈപ്പ് ഓഫ് സീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ഒരു മരത്തിൻ്റെ പോലത്തെ ടെക്സ്ചറൊക്കെ ഉള്ള പ്ലാറ്റ്ഫോമും അത്യാവശ്യം നല്ല കംഫിയാണ്. നല്ല കംഫർട്ടാണ്. ഗ്ലാസ് ബോഡി ആണെങ്കിലും ഇനി ആ അപ്പോഴത്തെ അവിടുത്തെ ക്ലൈമറ്റ് ആണോന്ന് അറിയില്ല, വണ്ടിയിൽ വലിയ ചൂടോ കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ. ഇനി റൂട്ടിനെ പറ്റി പറഞ്ഞാൽ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റൂട്ട് എന്ന് വേണമെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഗ്യാപ്പ് റോഡ് ടാറിങ്ങൊക്കെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ വീതി റൂട്ടിലൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2018 ഇതിനു മുമ്പ് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തിരുന്നത്. ആ സമയത്തും വയറിങ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2022 ആയില്ലേ, 8, 2, 10, 12, 4 വർഷമായി. ഇതുവരെ പണി പൂർത്തിയായിട്ടൊന്നുമില്ല. ഏകദേശം ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചില പണികൾ നടക്കുന്നു. പക്ഷേ ഈ റോഡ് ഫുൾ സ്വിങ് ആയിട്ട് വർക്കായി തുടങ്ങിയ ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബസ് റൂട്ട്സ്, അല്ലെങ്കിൽ ഗാർഡ് റൂട്ട് ഇൻ കേരള എന്ന് പറയേണ്ടി വരും. കാരണം അത്രയും വീതിയുള്ള റോഡ്, 2 സൈഡിലും തേയില കാടുകൾ, നല്ല സീസൺ ടൈമൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഡ്രൈവ് ആയിരിക്കും, അല്ലെങ്കിൽ അടിപൊളി ബസ് റൈഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ ടോൾ ബൂത്തൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല നാഷണൽ ഹൈവേ പണിയുമ്പോൾ എന്തായാലും ടോൾ വാങ്ങാനൊന്നും ഇരിക്കില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ റൂട്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കേരളമാണെന്ന് തോന്നുന്നില്ലേ. അതിൻ്റെ മൊത്തത്തിലുള്ള ജോഗ്രഫി ആയാലും, അല്ലെങ്കിൽ 2 സൈഡിലുള്ള കാഴ്ചകളെന്ന് പറയാൻ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ കൂടുതൽ തമിഴ് ആൾക്കാരെ കാണാം. തമിഴ്നാട് വണ്ടികൾ കൂടുതലായിട്ടാണ്. KSRTCയുടെ ഇൻഡസ്ട്രിയുടെ വണ്ടി വളരെ ചുരുക്കമാണ് കാണുകയുണ്ടായത്. മിക്കതും തമിഴ്നാട് RTCയുടെ പച്ച വണ്ടിയും ഈ നീല ടൈപ്പ് വണ്ടിയൊക്കെയാണ് കൂടുതൽ കാണാറ്. പിന്നെ മോസ്റ്റ് പ്രോബബിളി യാത്രക്കാരും തമിഴ് ആൾക്കാരായിരിക്കും. പിന്നെ പോണ വഴിക്കുള്ള തമിഴ് ലയങ്ങൾ, തേയിലത്തോട്ടത്തിലെ വർക്കേഴ്സ്, പിന്നെ ഇൻ്റർനാഷണൽ ഹാർവസ്റ്ററിൻ്റെയൊക്കെ ട്രാക്ടർ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് റൂട്ടിലുള്ള മൊത്തത്തിലുള്ള കാഴ്ചകൾ. പിന്നെ വയലാതെ സൈലൻ്റാണ്. ഇനിയിപ്പോൾ റോഡ് ടാറിങ് അല്ലെങ്കിൽ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. ദേവികുളത്തു നിന്നൊക്കെ എല്ലാ വണ്ടിയും കടത്തി വിടാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. മൊത്തത്തിൽ ഭയങ്കര പീസ്ഫുള്ളാണ്. വല്ലപ്പോഴൊക്കെയാണ് ഈ റൂട്ടിലൂടെ വണ്ടി ഓടണം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതും ഈ റൂട്ടിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിലും പൂപ്പാറ, ഇടുക്കി കഴിഞ്ഞ് പൂപ്പാറയൊക്കെ കയറി കഴിഞ്ഞാൽ മൂന്നാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ജോഗ്രഫി ഒബിയസ്ലി വ്യത്യാസമുണ്ട്. തേയിലത്തോട്ടങ്ങളും കാടമൺ തോട്ടങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഏലക്കാടുകളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. തമിഴ് ഇൻഫ്ലുവൻസ് കൂടുതലുണ്ട്. ബോർഡർ വില്ലേജാണ്. പക്ഷേ മൊത്തത്തിലൊരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. അല്ലറ ചില്ലറ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബഹളമില്ല. അത് വല്ലാതായിട്ട്, അല്ലെങ്കിൽ അത് സ്പെസിഫിക്കായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഈ റൂട്ടിലുള്ള മേജർ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനയിറങ്ങൽ ഡാമുണ്ട്. ആനയിറങ്ങൽ ഡാം തേയിലത്തോട്ടങ്ങൾക്കുള്ളിലുള്ളൊരു ഡാം എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ഡാം ഉണ്ടോ എന്നറിയില്ല. കുണ്ടല ഡാമും ഇല്ല, അവിടെ അത്ര തേയിലത്തോട്ടമില്ല. പിന്നെ നമ്മുടെ പോണ വഴിക്കാണ് പെരിയകാനാൽ ടീ ഫാക്ടറി. പിന്നെ നമ്മുടെ ലോക്ക്ഹർട്ട് ടീ ഫാക്ടറി, ടീ മ്യൂസിയം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മൾ അവസാനം ദേവികുളത്തെത്തും. ദേവികുളത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ ജോഗ്രഫി മൊത്തത്തിലൊന്ന് മാറി തനിയൊരു വില്ലേജ് ടൈപ്പ് ഓഫ്
കാര്യങ്ങളായി. തേയിലത്തോട്ടങ്ങളൊക്കെ മാറി തുടങ്ങി, യൂക്കാലിത്തോട്ടങ്ങൾ വന്നു തുടങ്ങി, റോഡിൻ്റെ അവസ്ഥ പിന്നെയും മോശമാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അധികം ഹിസ്റ്ററി ഒന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇനി അധികം ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതൊരു നേരത്തെ പറഞ്ഞൊരു സിമ്പിൾ ഒരു ബസ് ജേണിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മൂന്നാറൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂന്നാറിൽ നിന്നൊരു ലോക്കൽ, ഇറ്റ്സ് നോട്ട് എ ലോക്കൽ, ഒരു ഇൻഡർസ്റ്റേറ്റ് ടൈപ്പ് ഓഫ് ഇത്തിരി ലോങ് ആണ്. പൂപ്പാറയിൽ നിന്ന് പൂപ്പാറ ഗ്യാപ്പ് റോഡ് വഴി മൂന്നാർക്ക് 45 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഏകദേശം 1 മണിക്കൂർ റൈഡ് ഉണ്ട്. പക്ഷേ 1 മണിക്കൂർ നല്ല അടിപൊളി ഒരു പീസ്ഫുള്ളായിട്ടുള്ള ബസ് റൈഡ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ TNSTCയുടെ അല്ലെങ്കിൽ KSRTCയുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് കയറാം, യാത്ര ചെയ്യാം. പിന്നെ വരുമ്പോൾ പ്രത്യേകം നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലൈമറ്റ് നോക്കിയിട്ട് വരിക. അല്ലെങ്കിൽ ഈ ഉച്ച സമയത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒടുക്കത്തെ വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ജസ്റ്റ് ഗൂഗിളിൽ പൂപ്പാറ വെതർന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് ഒരാഴ്ച വരെയുള്ള വെതറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്ലൗഡിയൊക്കെ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വരിക. പിന്നെ പൂപ്പാറയിൽ നിന്ന് മല കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാഴ്ചകൾ, നല്ല കാഴ്ചകൾ കിട്ടും. ലെഫ്റ്റ് സൈഡിലും കാഴ്ചകളുണ്ട്, പക്ഷേ ഡാമിൻ്റെ വ്യൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഇരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ TNSTC ബസ്സുകളെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ബോഡി ബിൽഡിങ് എവിടെയാണ്, അതിൻ്റെ ഈ RTO രജിസ്ട്രേഷൻ എന്താണ്, ഇങ്ങനെ പിന്നെ പല ക്ലാസ് ഓഫ് വണ്ടികളുണ്ടല്ലോ. ഇൻഡസ്ട്രേറ്റ് ഉണ്ട്, ഡീലക്സ് ഉണ്ട്, അൾട്രാ ഡീലക്സ് ഉണ്ട്, അങ്ങനെ പറയും. ഇത് ഏത് ക്ലാസ് വണ്ടിയാണെന്ന് എനിക്കറിയില്ല. വണ്ടി കണ്ടിട്ട് കുറച്ചൊരു ലക്ഷറി പോലെ തോന്നുന്നു, കാരണം പല സീറ്റൊന്നും അല്ലല്ലോ. നല്ല കംഫി ആയിട്ടുള്ള സീറ്റ്സും സ്പോഞ്ചുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിലെ അടിപൊളി ബസ് റൂട്ട്സ് നിങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ബസ് റൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ബെസ്റ്റ് സ്റ്റോറീസും ബെസ്റ്റ് മെമ്മറീസൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് കമൻറ്റ് ബോക്സ് ഒരു ചർച്ചാ വീഡിയോ ആക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ദിസ് ഈസ് ബെസ്റ്റ് പ്രാന്തന്മാർ ആൻഡ് യു ആർ വാച്ചിങ് നാട്ടിലെ ബസ്സുകൾ. താങ്ക് യു.